ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. പേടിക്കണ്ട, ഞാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ഞാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും വൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു കിടിലൻ കോംബോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ ട്രോൾ ലോകത്തെ രാജാവ്, തഗ്ഗുകളുടെ സുൽത്താൻ, നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസനും ഒപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട താരം നവ്യ നായരും. അതെ, ധ്യാനും നവ്യയും ഒന്നിച്ച് വേദി പങ്കിട്ടാൽ പിന്നെ അവിടെ ചിരിപ്പൂരമായിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇതാ കാലം കാത്തുവെച്ച ഒരു വലിയ സർപ്രൈസ് ആണ് ഇവരെ തേടിയും ഒപ്പം നമ്മൾ സിനിമാ പ്രേമികളെ തേടിയും എത്തിയിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടായ ശ്രീനിവാസനോടൊപ്പം ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അന്ന് കുട്ടി ധ്യാനം എത്തിയിരുന്നു. വളരെ നിഷ്കളങ്കമായി ആരും പ്രതീക്ഷിക്കാത്ത ഒരു വെളിപ്പെടുത്തലാണെന്ന് കൊച്ചു ധ്യാൻ ശ്രീനിവാസൻ നടത്തിയത്. തനിക്ക് വലുതാകുമ്പോൾ നവ്യ നായരെ വിവാഹം കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ടെന്നായിരുന്നു അന്ന് ധ്യാൻ പരസ്യമായി പറഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞു, ധ്യാൻ വളർന്നു, സിനിമയിലെത്തി. അഭിമുഖങ്ങളിൽ തന്റെ തഗ് മറുപടികളിലൂടെയും കൗണ്ടറുകളിലൂടെയും മലയാളികളുടെ മനസ്സ് കീഴടക്കി. ധ്യാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലെ തരംഗമായി മാറിയപ്പോൾ ആരാധകർ ആ പഴയ വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കി വലിയ രീതിയിൽ വൈറലാക്കിയിരുന്നു. കുട്ടി ധ്യാനിന്റെ തകർച്ചയെന്ന പേരിൽ ആ വീഡിയോ നമ്മളിൽ ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുമുണ്ടാകും. എന്നാൽ ആ പഴയ ആഗ്രഹം വെറുമൊരു തമാശയായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. കാലം കരുതിവെച്ച ആ വലിയ സർപ്രൈസ് എന്താണെന്നല്ലേ? കുട്ടി ധ്യാനിന്റെ പ്രിയതാരമായിരുന്ന, അന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ നവ്യ നായരോടൊപ്പം ആദ്യമായി ധ്യാൻ ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഒന്നിച്ചഭിനയിക്കാൻ ഒരുങ്ങുകയാണ്. ഇരുവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനവും അതിന്റെ വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയെ മൊത്തം ചിരിയിലാഴ്ത്തിയ ആ പുതിയ തമാശ അരങ്ങേറിയത്. അഭിമുഖങ്ങളിൽ ധ്യാനിന്റെ പതിവ് ശൈലി നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പാടില്ല, CM അമ്മ വന്നാൽ മതി. കണ്ണു നനച്ചുകൊണ്ട് നന്ദി ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയിലൂടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എവിടെയും വലിപ്പച്ചെറുപ്പമില്ലാതെ തമാശകൾ പൊട്ടിക്കുന്ന രീതി. ഇവിടെയും ധ്യാൻ ഒട്ടും കുറച്ചില്ല. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ധ്യാൻ തന്റെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഒരു തമാശ പറഞ്ഞു. താൻ ഭാവിയിൽ എപ്പോഴെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻനിരയിൽ തന്നെ നവ്യ നായർക്ക് ഒരു കസേര ഉണ്ടായിരിക്കണമെന്നായിരുന്നു ധ്യാനിന്റെ ആവശ്യം. ധ്യാനിന്റെ ഈ മുഖ്യമന്ത്രി ഡിമാൻഡ് കേട്ട് നവ്യ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ധ്യാനിന്റെ തമാശയ്ക്ക് അതിനേക്കാൾ വലിയൊരു തഗ് മറുപടിയാണ് നവ്യ നൽകിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചിരിയുണർത്തുന്നത് നവ്യയുടെ ഈ വാക്കുകളാണ്. പേടിക്കണ്ട, ഞാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ഞാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ. ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഞാൻ നവ്യ ധ്യാനിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പേടിക്കേണ്ട ധ്യാൻ, നീ മുഖ്യമന്ത്രിയാകുമ്പോൾ വെള്ളയിൽ പച്ച കളറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലേസും ഇട്ട് കണ്ണിൽ ആനന്ദ കണ്ണീരോടെ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ ഞാൻ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. നീ മുഖ്യമന്ത്രിയായാലും ആ പഴയ പാവാടക്കാരിയെ മറക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ആ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നവ്യയുടെ മറുപടി കേട്ട് ട്രോളന്മാരും ആരാധകരും ഒരേപോലെ കൈയടിക്കുകയാണ്. ധ്യാനിനെ പോലെ തന്നെ കൗണ്ടറുകളിൽ താനുമൊട്ടും പിന്നിലല്ലെന്ന് നവ്യ തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ. എന്നാൽ വെറും ഒരു തമാശ പറയുന്നതിനപ്പുറം ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തിയോടുള്ള വലിയൊരു ബഹുമാനവും നവ്യ ഈ വേദിയിൽ പങ്കുവെക്കുകയുണ്ടായി. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാൻ എൻ്റെ എന്തൊക്കെ ഇന്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷെ വെനെവർ ഐ ഫീൽ ലോ, ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും
ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ. ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടും ഓപ്പൺ ആയിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ട്രെസ് റിലീഫായി പലതും ചെയ്യാറുണ്ട്. നവ്യ പറഞ്ഞത് താൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയോ വലിയൊരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോവുകയോ ചെയ്യുമ്പോൾ ആ സ്ട്രെസ് മാറ്റാൻ യൂട്യൂബിൽ തിരയാറുള്ളത് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂകളാണെന്നാണ്. മലയാളി പ്രേക്ഷകർക്ക് മുഴുവൻ ധ്യാൻ ഒരു വലിയ സ്ട്രെസ് റിലീഫാണെന്നാണ് നവ്യയുടെ പക്ഷം. അത് 100% സത്യവുമാണ്. ഒരു ദിവസത്തെ മുഴുവൻ വിഷമങ്ങളും മാറ്റിവെച്ച് മനസ്സ് തുറന്ന് ചിരിക്കാൻ ധ്യാനിന്റെ ഒരു ഇന്റർവ്യൂ മാത്രം മതിയാവുമെന്നതിൽ സംശയമില്ലല്ലോ. നവ്യയും അത് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. കുട്ടി ധ്യാനിന്റെ പഴയ നിഷ്കളങ്കമായ ആഗ്രഹം തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നത് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കിടിലൻ കോംബോയുടെ വിശേഷങ്ങൾ നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞു? ഇവരുടെ കെമിസ്ട്രി സ്ക്രീനിൽ കാണാൻ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? ഇരുവരും ഒന്നിക്കുന്ന ഈ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ധ്യാനിന്റെ അഭിമുഖങ്ങൾ നിങ്ങളുടെയും സ്ട്രെസ് റിലീഫ് ആണോ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള പുതിയ സിനിമാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.